സല്യൂട്ട് ഭാരത്. അപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തകരെ 2 തരത്തിലെ രക്ഷാപ്രവർത്തകരുടെ കാര്യം നമ്മൾക്ക് ഇവിടെ പറയേണ്ടി വരും. അതായത് രക്ഷാപ്രവർത്തകരിൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനൊപ്പമുള്ള മന്ത്രിമാരും കൂടെ ഒരു യാത്ര നടത്തിയിരുന്നു. ഒരു വലിയ ആഡംബര ബസ്സിനകത്ത് അവരുടെ ഒരു യാത്രയും. ആ യാത്ര പോകുന്ന വഴിയിൽ ആ നവകേരള യാത്ര നമ്മൾ കണ്ടല്ലോ, ചെടിച്ചട്ടി മാറി രക്ഷാപ്രവർത്തനം നടത്തിയത്. അതങ്ങ് കണ്ണൂർ മുതൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ചെടിച്ചട്ടി മാറി അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൂട്ടം പോലീസുകാർ, ഒരു 2-3 പോലീസുകാർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുണ്ടായിരുന്നു. അവർ രക്ഷാപ്രവർത്തനം നടത്തി. രക്ഷാപ്രവർത്തനം നടത്തിയ യജമാനന്മാരെ, ആ ഏമാന്മാരെ ഇപ്പോൾ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സംരക്ഷകരായിരുന്ന രക്ഷാപ്രവർത്തകരായിട്ടുള്ള പോലീസുകാരെ ഇപ്പോൾ പുതുതായിട്ട് വന്ന വി ഡി സതീശൻ സർക്കാർ അവരുടെ കുട്ടികളെ, അവരുടെ ഭാഷയിൽ തന്നെ നമുക്ക് പറയണം കേട്ടോ, അവരുടെ കുട്ടികളെ ആലപ്പുഴയിൽ വെച്ച് തല്ലി. അതിൽ തല്ല് കിട്ടിയ ഒരു കുട്ടി ഇന്ന് MLA ആണ്, ആലപ്പുഴയിലെ MLA ആണ്. ഈ ആലപ്പുഴയിലെ MLAക്ക് വേണ്ടി എന്നല്ല, നമ്മൾ ആ രംഗം കണ്ടതാണ്. പട്ടിയെ തല്ലണ പോലെയാണ് അവരെ പിടിച്ച് മാറ്റിക്കൊണ്ടു പോകുന്ന പോലീസിനെ നമ്മളവിടെ കണ്ടതാ. അവരുടെ ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം കരിങ്കൊടി കാണിക്കുന്നതിൽ പോലും, അതും അദ്ദേഹത്തിൻ്റെ ഈ ആഡംബര വാഹനം, നമ്മൾ മുൻപേ പറഞ്ഞ ഈ ആഡംബര വാഹനം കടന്നു പോയതിന് ശേഷമാണ് ഈ കുട്ടികൾ കരിങ്കൊടി കാണിച്ചത്. അത് കുട്ടികൾ എൻ്റെ ഭാഷയല്ല, നമ്മളെ നേതാക്കന്മാരുടെ ഭാഷയാണ്. അത് കെ സുധാകരൻ തുടങ്ങി ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ വരെ പറയുന്ന ഭാഷയാണ് കുട്ടികളെന്ന്. അപ്പോൾ കരിങ്കൊടി കാട്ടി സമരരീതിയാണ്, പ്രതിഷേധിക്കാം. ഇപ്പോഴത്തെ ആലപ്പുഴയിലെ MLA കരിങ്കൊടി കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് എവിടുന്നോ അതായത് സ്ഥലത്തെ ആ പോലീസുകാർ പിടിച്ച് മാറ്റുമ്പോൾ പോലീസുകാർക്ക് പോലും തല്ല് കിട്ടി. ഫലത്തിൽ ഈ കഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏതായാലും അവർക്കെതിരെ SIT എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അത്രയേ ഉള്ളൂ. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അതിൽ ആരൊക്കെ പോലീസുകാരായിട്ടുണ്ടാവണം, കേസ് കണ്ടുപിടിക്കണം എന്നൊക്കെ തീരുമാനിച്ച് ആ ടീമിനെ നിശ്ചയിക്കുന്നത് ഭരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ ഏതായാലും വി ഡി സതീശൻ സർക്കാർ വരുന്നു. ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ പറയുന്നു, SIT ഉണ്ട്, അന്വേഷിക്കും, കണ്ടുപിടിക്കും. ഫലത്തിൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തകരായി അന്ന് ഇറങ്ങിത്തിരിച്ച പോലീസ് ഏമാന്മാരെ കുറ്റക്കാരാണ് എന്ന് പുതിയ SIT അന്വേഷണ സംഘം കണ്ടുപിടിച്ചു. അവർക്കെതിരെ കേസുണ്ട്, അവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും കോടതിയിൽ വെച്ച് അവർ മുങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു കൂട്ടം രക്ഷാപ്രവർത്തകർ, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തകർ മുങ്ങിക്കഴിഞ്ഞു, അവരെ കാണാനില്ല. അവരെ അന്വേഷിച്ച് ഈ SIT സംഘം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം നമുക്കിവിടെ പറയാം, അതും രക്ഷാപ്രവർത്തകരാണ്. ED അന്വേഷണം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലെ തിരുവനന്തപുരത്തെ വീടിന് മുന്നിൽ പ്രതിഷേധത്തിന് വന്ന, അതായത് ED അന്വേഷകരെ വളഞ്ഞിട്ട് ആക്രമിച്ച് തല്ലടാ കൊല്ലടാ എന്ന് പറഞ്ഞ ടീമിൽപ്പെട്ട ഇനിയുമുണ്ട് 200ഓളം രക്ഷാപ്രവർത്തകർ. അവരെയും തപ്പി രമേശ് ചെന്നിത്തലയുടെ പോലീസ്, വി ഡി സതീശൻ സർക്കാരിൻ്റെ പോലീസ് അവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 രക്ഷാപ്രവർത്തകരെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഏതാണ്ട് ഒരു കൂട്ടം രക്ഷാപ്രവർത്തകർക്ക് തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തകരെ കാര്യം ഇങ്ങനെ 2 രക്ഷാപ്രവർത്തകർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീമുകൾ ഇനി തീഹാർ ജയിലിൽ ഇടിഞ്ഞാലും ഇറങ്ങുമെന്നുള്ള ആ സംശയത്തിൽ നിൽക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു 25 പേരെ കണ്ട ഓടിച്ചിട്ട് പിടിച്ചെന്നൊക്കെ പറയുന്നു. അതിൽ മുൻ കൗൺസിലർമാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനെ കണക്ക് കാണിക്കാൻ വന്നവരെ ഇവരല്ല. അതിലൊരു 200 പേരെ ഇനി പിടിക്കാനുണ്ട്. ഫലത്തിൽ 2 കൂട്ടറിൽ ഒരു കൂട്ടർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവരെവിടെയോ മുങ്ങി, അവരെ തപ്പി ഒരു അന്വേഷണ സംഘം, മറ്റൊരു അന്വേഷണ സംഘം ഈ EDയെ തലടാ കൊല്ലടാ എന്ന് പറഞ്ഞവന്മാരെ പറയുകയാണ്. ഇനി നമുക്ക് അടുത്ത പറയേണ്ട ഒരു കാര്യം, ഈ മുൻ മുഖ്യമന്ത്രിയുടെ ഭരണകാലത്താണ് നമ്മൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല, ഈ നവീൻ ബാബു എന്ന ഒരു ഉദ്യോഗസ്ഥൻ ADM
ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, അത് ഇവരുടെ സ്വന്തം പാർട്ടിക്കാരനാണ്, ഇവരുടെ ഒരു സഖാവ് തന്നെയാണ്. ഈ സഖാവിനെ പിന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ കേസ് എവിടെ എത്തി? അവിടെയും ഉണ്ടായിരുന്ന ഒരു SIT അന്വേഷണ സംഘം. ഇപ്പോൾ ഈ SIT അന്വേഷണ സംഘവും ആ കേസ് അന്വേഷിച്ച ആ സമയത്ത് അന്ന് SITയിൽ ചാർജ് ഉണ്ടായിരുന്ന പോലീസുകാരനെ ഇപ്പോൾ പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച കഥയൊക്കെ നമുക്കറിയാമല്ലോ. ഒരു രത്നകുമാർ എന്ന് പറഞ്ഞൊരു ഏമാനെ, ആ ഏമാൻ അന്ന് അവിടെ ഈ പറയുന്ന കേസ് അന്വേഷിച്ച SIT അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നൊരു പുതിയ ഗോളാന്തര വാർത്ത എന്തെന്നറിയാവോ? ഈ പറയുന്ന രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് SIT അന്വേഷിച്ചതൊന്നും തന്നെ ഒന്നുമല്ല, ഈ മരണം ഈ അദ്ദേഹത്തിൻ്റെ കുടുംബം CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനെ കാണാനായിട്ട് അവർ പോയിരുന്നു. VD സതീശനെ കണ്ടിരുന്നു, രമേശ് ചെന്നിത്തലയെ കണ്ടിരുന്നു, പഴകുളം മധു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പുതിയ MLA പോയി കണ്ടിരുന്നു. ഇപ്പം ഏതായിരുന്നാലും ഫലത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലെ ചില സഖാക്കൾക്ക് പനി പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. നിക്ക് സഖാവേ, നിക്ക്, ഞാൻ പറഞ്ഞോട്ടെ. സഖാക്കൾക്ക് പനി പിടിച്ചെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? സഖാക്കൾക്ക് പനി പിടിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ ഈ കേസ് വഴിതിരിച്ച് വിട്ടാൽ, ഇപ്പം CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ KK രാഗേഷ്, ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഇപ്പം നമ്മളിവിടെ സംസാരിച്ചപ്പോൾ തന്നെ 10 കൊല്ലം ഭരിച്ചതല്ലേ മുൻ മുഖ്യമന്ത്രി എന്ന് പറയാൻ നമുക്ക് ചെറിയൊരു ഓർമ്മ പിശക് വരും. കാര്യം അദ്ദേഹത്തിൻ്റെ കണ്ണൂർ ഭാഷയിൽ ഓൻ്റെ പേരിൻ്റെ കൂടെ ഇന്നും മുൻ മുഖ്യമന്ത്രി എന്നല്ല, മുഖ്യമന്ത്രി എന്നാണ് ഓൻ്റെ പേരിൻ്റെ കൂടെ, പിണറായി വിജയൻ്റെ പേരിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ KK രാഗേഷിന് ഒരു പിഴവ് വന്നു. KK രാഗേഷ് ഇന്നലെ CBI അന്വേഷണം വന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പറയിൽ സഖാക്കൾ തട്ടി. നിങ്ങളിപ്പോൾ കൂവിയ സഖാക്കൾക്ക് അതൊക്കെ ഓർമ്മയുണ്ടാ? നിങ്ങളത് നോക്കി, നിങ്ങൾ കാണിയത്. അപ്പോൾ തട്ടി. അപ്പോഴാണ് KK രാഗേഷിന് ബോധം ഉണ്ടായത്, അല്ല പ്രതിപക്ഷ നേതാവ് എന്ന്. അപ്പോൾ അത് CBI അന്വേഷണം വരുന്നു എന്ന് കേട്ടതേ ഉള്ളൂ. അതിനു മുമ്പ് ഇതാ ഈ പറഞ്ഞ പോലെ എന്തിനന്വേഷിക്കണം? സുപ്രീം കോടതിയേക്കാൾ മഹാനാണോ VD സതീശൻ? മടിയിൽ കനമുണ്ടെങ്കിലല്ലേ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ സഖാവേ, അത്രയെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ ഇത്തരത്തിൽ അടുത്ത MP ജയരാജൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ മരണം നടന്നു. അദ്ദേഹം ആത്മഹത്യയാണോ അതേ കൊലപാതകമാണോ എന്തായാലും കണ്ണൂർ ആ മരണം നടന്ന് ആ മൃതശരീരം പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിറകെ വണ്ടി പിടിച്ച് വന്ന ആളാണ് ഈ MP ജയരാജൻ. അപ്പോൾ ചുരുക്കത്തിൽ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയിലെയും സംസ്ഥാന ഘടകത്തിലെ നേതാക്കൾക്ക് പനി പിടിച്ചെന്ന് പറയുന്നതിൽ അർത്ഥമില്ലേ? പനി പിടിച്ചു. കാരണം അവർ ഭയക്കുന്നുണ്ട്. CBI അന്വേഷണം പോയാൽ ചില പൊരുത്തക്കേടുകൾ ആ അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന് പിടിക്കപ്പെട്ടാൽ സഖാക്കളെ ആകെ മൊത്തം മെഴുകി വാരേണ്ടി വരും. ഇനി അടുത്ത ഒന്നുകൂടെ നമുക്കിവിടെ പറയാം. അതായത് ഗർജിക്കുന്ന സിംഹം പോലെ അലറുന്ന ആഷോ സഖാവിൻ്റെ കല്യാണം കഴിഞ്ഞു. ആഷോ സഖാവ് തനിക്ക് ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. നമ്മുടെ മഹാരാജ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കാൻ വന്നൊരു കൊച്ചിൻ്റെ മാർക്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭരണകാലത്ത് വന്ന ഒരു കഥയുണ്ട്. അതൊരു പാർട്ടിക്കാരിയായ ഒരു പെൺകുട്ടിയെ തന്നെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ആർഷോ സഖാവ് കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂര് മണ്ഡലത്തിൽപ്പെട്ട തൃക്കരിപ്പൂര്, പക്ഷേ ഇപ്രാവശ്യം പാർട്ടിയല്ല ജയിച്ചത്. ബഹുമാനപ്പെട്ട സഖാക്കൾക്കറിയാം അവിടെ ജയിച്ചിരിക്കുന്നത് സന്ദീപാണ്, സന്ദീപ് വാര്യരാണ് ജയിച്ചേക്കുന്നത്. അപ്പോൾ മുസ്തഫ എന്ന് പറഞ്ഞിട്ട് VPP മുസ്തഫ എന്ന് പറഞ്ഞൊരു കറകളഞ്ഞ ഒരു പാർട്ടിക്കാരനെ മത്സരിച്ച് തോറ്റുപോയി. പണ്ട് നയനാർ ജയിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കുട്ടിയാണ് ഈ കുട്ടി. അങ്ങനെ ആർഷോ സഖാവ് വിവാഹിതനായി, രജിസ്റ്റർ മാരേജാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പാർട്ടി ഒരു വേള ഒന്നുകൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവിന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ കാറ് അലോട്ട് ചെയ്ത് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇനി അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും വില കൂടിയ കാറ്, ലക്ഷങ്ങൾ വിലയുള്ള കാറാണ് ഇനി പ്രതിപക്ഷ നേതാവിന് കിട്ടിയെന്നറിയില്ല. ഏതായാലും പാർട്ടി ഒരു കാർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ കാറ് ഓടിച്ച ഡ്രൈവറെ അദ്ദേഹം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയപ്പോഴത്തേക്കും ആ ഡ്രൈവറെ തല്ലി എന്ന് പറയുന്നു, റെയിൽവേ പോലീസ് തല്ലി എന്ന് പറയുന്നു. കാരണം VIPകൾക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ വണ്ടി കൊണ്ടിട്ടപ്പോൾ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹമാണ് വന്നതെന്ന് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ ഡ്രൈവർക്കും ഈ AK സെൻട്രൽ ഡ്രൈവർ പേര് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വണ്ടി ഓടിച്ച, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഖാവിൻ്റെ വണ്ടി ഓടിച്ച ഡ്രൈവറെ റെയിൽവേ പോലീസ് തല്ലിയിരിക്കുന്നു. അങ്ങനെ ഡ്രൈവർ കേസ് DGPക്ക് കൊടുത്തിരിക്കുക. ആകെ മൊത്തം ശനികാലമാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തകർ ഒരു കൂട്ടം കോടതിയിൽ നിന്ന് മുങ്ങി,
ഉദ്യോഗം പള്ളിപ്പുറത്താവും മിക്കവാറും. അന്നത്തെ മുൻ മുഖ്യമന്ത്രി, നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്നേഹം കൂടി രക്ഷിക്കാൻ പോയതാ. ഇവിടെ ED അന്വേഷണം മോളവേരി വന്നതിനാണ് ഇവിടെ DYFI SFIക്കാർ ചെന്ന് പ്രതിരോധിക്കാൻ നിന്ന്. അതിൻ്റെയൊക്കെ കാര്യം ഏതാണ്ട് തീരുമാനമായി. അതിനെല്ലാം കൂടി ഇനി തീഹാർ ജയിലിൽ കൊണ്ടുപോകുമെന്നും പറയുന്നുണ്ട്. മകളെ പേരിൽ ED അന്വേഷണത്തിന് പാർട്ടി ഇനി ഏവം പോയാൽ നീയൊക്കെ കാണണമെന്നും പാർട്ടിക്കകത്ത് പറയുന്നതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ 2 തരം രക്ഷാപ്രവർത്തകർ ഏതാണ്ട് ഉള്ളിൽ പോകേണ്ട കാര്യങ്ങളിലേക്ക് തീരുമാനമാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ണൂരിലെ സഖാക്കൾക്ക് പനി പിടിച്ച കാര്യവും. പിന്നെ ആകപ്പാടെ സന്തോഷിച്ച് ഒരു സന്തോഷ വർത്തമാനം എന്ന് പറയുന്നത് ആർഷോ അങ്ങനെ നമുക്ക് സന്തോഷമല്ല പറയുമ്പോൾ, ഈ പറയുന്ന ഇത്രയും കുറ്റം പറയുമ്പോൾ ഇങ്ങനൊരു സന്തോഷം കൂടെ നടന്നിട്ടുണ്ട് എന്നുകൂടെ നമുക്കൂടെ പറഞ്ഞു വയ്ക്കാം. പിന്നെ ഡ്രൈവർക്ക് തല്ലും കിട്ടി. ഡ്രൈവർക്ക് തല്ല് കിട്ടിയതും പറയാതെ പോകണം. ഭരണം മാറിയത് ഈ സഖാക്കളും കുട്ടി സഖാക്കളും എന്തിന് AK സെൻറ്ററിലെ ഈ പറയുന്ന ഡ്രൈവറും മുൻ മുഖ്യമന്ത്രിയും ഇവർക്കൊക്കെ അംഗീകരിക്കാൻ, പിന്നെ ചില പോലീസുകാർക്കും അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു.